അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജേഷ് വീണ്ടും ഒരു വീഡിയോ പുറത്തുവിട്ടു. എലിസബത്തിന് നീതി ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒട്ടനവധി യൂട്യൂബ് ചാനലുകളിൽ കൂടി ധാരാളം ആൾക്കാർ പ്രതികരണങ്ങളുമായി മുൻപോട്ട് വന്നു. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചില തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയ വ്യക്തിയായിരുന്നു ലിജേഷ്. ഈ പറയപ്പെടുന്ന അണ്ണാച്ചിക്കൊപ്പം കുറച്ച് നാളുകൾ അദ്ദേഹം ഉണ്ടായിരുന്നു. താൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കഥ പറയുവാൻ വേണ്ടി അണ്ണാച്ചിയുടെ ഫ്ലാറ്റിൽ ചെല്ലുകയും കുറച്ച് നാളുകൾ അയാളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിൽ കൂടി അയാളെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും അപ്പോൾ തന്നെ അണ്ണന്റെ ലീലാവിലാസങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തി, അണ്ണന്റെ തോക്ക് വരെ കണ്ടുപിടിച്ചൊരു വ്യക്തി, അദ്ദേഹം അത് ലോകത്തോട് ഇപ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത പല വഴികളിൽ കൂടി അടി കിട്ടാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അണ്ണൻ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇപ്പോൾ 18 അടവുകളും പയറ്റി തുടങ്ങിയിരിക്കുകയാണ്. ഒടുവിലായി ഇപ്പോൾ ലിജേഷ് ഉപയോഗിക്കുന്ന യൂട്യൂബ് ചാനലിന് പാരലായിട്ട് അതേ പേരിൽ അതേ എംബ്ലം വെച്ചുകൊണ്ട് മറ്റൊരു യൂട്യൂബ് ചാനൽ അണ്ണൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ചൊരു വീഡിയോയുമായിട്ട് ലിജേഷ് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സോ കോൾഡ് ആക്ടർ, സുപ്രധാന നടൻ എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ മുടിയണ്ണൻ വീണ്ടും പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ചാനൽ ക്രിട്ടിക്കിന് അയാൾ നേരെ ഒരു ഫേക്കായിട്ട് ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചാനലിൽ ആകെപ്പാടെ ഉള്ളത് 11 സബ്സ്ക്രൈബേഴ്സും 556 വ്യൂസും ആണുള്ളത്. എൻ്റെ ലോഗോ അതേപോലെ തന്നെ അവർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ടൈം ലൈൻ എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതിൽ ഫോണ്ട് മാറിപ്പോയി. പിന്നെ ചില മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ LJ എന്നുള്ളത് ക്യാപിറ്റലാണ്, THE എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, ക്രിട്ടിക്കിൻ്റെ C ക്യാപിറ്റലാണ്. ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ Lഉം Jയും സ്മോൾ ലെറ്റർ ആണ്, THE ദ എന്നുണ്ട്, ക്രിട്ടിക്കിന് C ഇല്ല എന്ന് വെച്ചാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2024 ഞാൻ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് 9 2025 ഓക്കെ, ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് പലരും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും. അതൊരിക്കലും ഞാൻ ഒരാൾക്കും മെസ്സേജ് അയക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചു പോയി വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്കുണ്ട്. ഓക്കെ, അതിന് ഞാൻ അകവഴിഞ്ഞ് നന്ദി ഞാൻ പറയുന്നു. നമ്മുടെ ആവശ്യം എലിസബത്തിന് നീതി കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുടിയെണ്ണ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള തോക്കും ഡോണറും ഈ പരിപാടിക്ക് എല്ലാത്തിനും ഒരു ന്യായം കിട്ടുക. അയാൾ അത് അർഹിക്കുന്ന ശിക്ഷ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അദ്ദേഹത്തിന് ഇതൊന്നും അട്ടിമറിക്കാൻ പറ്റരുത്. ഓക്കെ, നമ്മുടെ സഹോദരിമാർക്ക് നീതി വേണം എന്നൊരു ഇതോടുകൂടിയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകൾക്ക് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് ഞാൻ എന്താ ക്രിട്ടിക് ലിജേഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു ചാനൽ വന്നു. അപ്പൊ ഞാൻ നോക്കി 11 സബ്സ്ക്രൈബറോ ആകെ. അപ്പൊ തന്നെ ഞാൻ ഡൗട്ട് അടിയാൻ പോയി നോക്കിയപ്പോൾ അപ്പോഴേ എനിക്ക് ക്ലിയർ ആയി ഈ സംഭവം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ റൂറലിൽ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഇയാളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ട്രാപ്പ് ചെയ്യാൻ നോക്കും. എൻ്റെ പൊന്ന് തമിഴ്നാട്ടിലെ മുടിയണ്ണ, നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ലിങ്ക് വെച്ചിട്ടാണ് പോയത്. 3ാമത്തെ ലിങ്ക് കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാടോ താൻ ലിങ്ക് അയക്കണേ? എനിക്കൊരു ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ മുകേഷ് ഏട്ടൻ പറയണ പോലെ അന്തസ്സുണ്ടോളാ നിനക്ക്? ഇതേ ചോദിക്കാനുള്ളൂ. എടോ, നിങ്ങളൊരു ആണാണെങ്കിൽ കട്ടപ്പേര പോലെ ബാക്കിൽ നിന്ന് കുത്താതെ ഫേസ് ടു ഫേസ് വാ. നിങ്ങൾ എന്നെ കൊല്ലും വലിക്കും എന്തും ചെയ്യായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നും മാറ്റില്ല. ഞാൻ കണ്ടത് എവിടെയും ഞാൻ പറയും, ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. PR വർക്കല്ല, എന്തും ചെയ്തോ, ഞാൻ മാറില്ല. ഇതിന്ന് ഒരിക്കലും മാറില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇതിനൊരു നീതി കിട്ടിയിട്ട് ഒരു എന്തായാലും ഇത്രയ്ക്ക് ആയല്ലോ, ഇനി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചതികൾ, ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകാം. ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇന്നാണ് ഈ സംഭവം മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക, പിന്നെ നിങ്ങളോട് ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴും എലിസബത്തിനോടൊപ്പം തന്നെയാണ്. പല ഫേക്ക് ഐഡികളും ഉണ്ടാക്കി പലർക്കെതിരെയും വമ്പൻ കളികൾ പലരും കളിക്കുന്നത് സൈബർ ലോകത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു യൂട്യൂബ് ചാനലിന് പണി കൊടുക്കുവാൻ വേണ്ടി അതേപോലെ തന്നെയുള്ള മറ്റൊരു യൂട്യൂബ് ചാനലുമായി വരുന്നത് ആദ്യമായി കാണുകയാണ്. അണ്ണാച്ചിയുടെ ബുദ്ധി വിമാനം തന്നെ. സത്യത്തിൽ ഇതിൽ കൂടി എന്തായിരിക്കും ഇയാൾ ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ഒരാക്രമണം നടത്തി ഈ ലിജേഷിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തൽക്കാലം ബുദ്ധിമോശമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ ഉണ്ടാക്കിയതുപോലെ തന്നെയുള്ളൊരു ചാനൽ ഉണ്ടാക്കി അത് ലിജേഷിന്റെ ചാനലാണ് എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക.
ലിജേഷ് തന്റെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ചില വീഡിയോകളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ബോധ്യപ്പെടും ഇത് ലിജേഷിന്റെ ചാനലാണെന്ന്. കാരണം പേരും അതിന്റെ എംബ്ലവും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ അവർ വീക്ഷിക്കുവാൻ തുടങ്ങും. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ വളഞ്ഞ വഴികളിൽ കൂടിയുള്ള അണ്ണന്റെ പല കളികളും ഈ യൂട്യൂബ് ചാനലിൽ കൂടി പുറം ലോകം കാണും. ഇതിൽ കൂടി എന്തായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത്? ലിജേഷ് എന്നയാളിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. സാധാരണക്കാരായ കഥ അറിയാത്ത നമ്മളൊക്കെ ലിജേഷിനെ കാണുന്നതും ലിജേഷിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതുമൊക്കെ വേറൊരു കാഴ്ചപ്പാടോട് കൂടിയാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം നമ്മൾ ആഗ്രഹിക്കാത്ത വ്യത്യസ്തമായ ഒരു രീതിയിൽ ഈ യൂട്യൂബ് ചാനലിൽ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടും. നമ്മൾ ലിജേഷിനെ തെറ്റിദ്ധരിക്കും. എലിസബത്തിന് സപ്പോർട്ട് കൊടുക്കുവാൻ എന്നുള്ള രീതിയിൽ വന്നതൊരു വലിയ വ്യാജനായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മൾ തുടർന്ന് ലിജേഷിനെ ബഹിഷ്കരിക്കുവാൻ തയ്യാറാകും. ചുരുക്കി പറഞ്ഞാൽ ലിജേഷ് എന്ന വ്യക്തി ഒരു വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയാളുടെ വിശ്വാസ്യതയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ കളിയുമായിട്ടാണ് ബദലായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുമായി അണ്ണൻ ആളിനെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയാം, യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഏതോ ഒരു പൊട്ടന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ലിജീഷിന്റെ ഒരു വീഡിയോ മറ്റൊരു ചാനലിനകത്ത് അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒറിജിനൽ ചാനലിലെത്തും. അപ്പോൾ തന്നെ ലിജീഷിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അയാൾക്ക് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുവാൻ കഴിയും. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഈ പൊട്ടൻ അണ്ണാച്ചി ഈ കളികളൊക്കെ കളിക്കുന്നത്? രണ്ടാമത് ലിജീഷിനെ കൊടുക്കുവാൻ വേണ്ടി അയാളുടെ ക്രിട്ടിക് എന്ന ചാനലിനെ പോലെ തന്നെയുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഈ ചാനലിൽ കൂടി ചെയ്യാം എന്ന് കരുതിയാൽ യൂട്യൂബ് ഒരിക്കലും അത് വെച്ചു പൊറുപ്പിക്കില്ല. അങ്ങേയറ്റം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബിൻ്റേത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ ആ ചാനൽ അവർ ടേക്ക് ഡൗൺ ചെയ്ത് കളയും. പിന്നെ നമ്മുടെ ഊഹങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ നാം അറിയാത്ത എന്തെങ്കിലും പണികൾ ഇങ്ങനൊരു ചാനൽ ഉണ്ടാക്കി അതിൽ കൂടി ആവിഷ്കരിക്കുവാൻ വേണ്ടി ഇവരൊക്കെ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് ലിജേഷ് ഒറിജിനൽ ചാനലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തെങ്കിലും ആ ഫേക്ക് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ചാനൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് കാണുവാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ സംഗതി പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ചാനൽ തന്നെ അവർ റിമൂവ് ചെയ്തതാകാം. എന്തായാലും ഞാൻ പൊട്ടനാണോ എന്ന് ചോദിച്ച വ്യക്തി മരപ്പൊട്ടനാണ് എന്ന് വ്യക്തമാക്കുന്ന കളികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി പറയാം, ഇതൊന്നും ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള പല ആൾക്കാരെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരെയും നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിറികെട്ട നാണംകെട്ട കളികളൊന്നും അവരൊന്നും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി നിലവാരം കുറഞ്ഞുപോയി. എന്തായാലും ഇതിൽ കൂടിയൊക്കെ അണ്ണാച്ചി താൻ ആരാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ സ്വയമായി അറിയാതെയെങ്കിലും തുറന്നു വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരും ഇതിൽ കേസുമായിട്ട് മുൻപോട്ടിറങ്ങിത്തിരിക്കുന്നവരും എലിസബത്ത് ഉൾപ്പെടെയുള്ളവർ കരുതിയിരിക്കുക, ഏതു വഴിയിൽ കൂടിയായിരിക്കും അടുത്ത പണികൾ വരിക എന്നുള്ളത് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല. എന്തായാലും അടുത്ത ദിവസം ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം ബൈ ബൈ.